Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com 2023 അഡ്മിഷൻ സ്റ്റുഡൻസിന്റെ സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ഒക്കെ ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് തേർഡ് സെമസ്റ്ററിലോട്ടാണ് കിടക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ M.Com തേർഡ് സെമസ്റ്ററിലെ സബ്ജക്ട് ഡീറ്റെയിൽസ്, സിലബസ് ഡീറ്റെയിൽസ് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ഏതൊക്കെയാണ്, ഏത് രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ടത്, ഒരുപാട് കുട്ടികൾ ചോദിച്ച ചോദ്യമാണ്. സോ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തേർഡ് സെമസ്റ്ററിൽ വരുന്ന 5 സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. സോ തേർഡ് സെമസ്റ്റർ, സോ ആദ്യത്തെ പേപ്പർ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻ്റ് ആണ്. ഡിഗ്രിക്ക് BCom സ്പെഷ്യലൈസേഷൻ ഫിനാൻസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയുന്നൊരു പേപ്പറാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ അതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്കിവിടെ പഠിക്കാനുണ്ട്. പ്രോബ്ലം പേപ്പറാണ്, തിയറിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ആദ്യത്തെ സബ്ജക്റ്റ്. അതിൻ്റെ സിലബസ് കാണാം. രണ്ടാമത്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേപ്പർ ഇൻകം ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. വളരെ ഡെപ്തിൽ പഠിക്കേണ്ട ടാക്സ് പേപ്പർ, നിങ്ങൾ സമയമെടുത്ത് പഠിക്കേണ്ട ഒരു പേപ്പറാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ദെൻ നെക്സ്റ്റ്, സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സിൻ്റെ ഇലക്റ്റീവ് പേപ്പേഴ്സ് വരുന്നുണ്ട്. അതിൽ ആദ്യം ഫിനാൻസ് എടുത്തുള്ള ആൾക്കാർക്ക് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, ഡിഗ്രിക്കാർ തേർഡ് സെമസ്റ്റർ പഠിച്ചിട്ടുണ്ടായിരിക്കും. മാർക്കറ്റിംഗ് ആണെങ്കിൽ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ മാർക്കറ്റിംഗ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഫിനാൻസ് തന്നെ പഠിക്കണം. നിങ്ങൾക്ക് M.Com കഴിഞ്ഞ് ജോലി സാധ്യത, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കണമെങ്കിൽ ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ എടുത്തിട്ടാണ് കാര്യമുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം പേപ്പർ അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ് സ്റ്റുഡൻസിന് സർവീസ് ആൻഡ് റീറ്റെയിൽ മാർക്കറ്റിംഗ്. ദെൻ ലാസ്റ്റ് സബ്ജക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസ്. സോ ഇതാണ് നിങ്ങളുടെ 5 പേപ്പേഴ്സ് വരുന്നത്. നമുക്കിനി അതിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നെക്സ്റ്റ്, ഓക്കെ, ആദ്യത്തെ പേപ്പർ നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് 4 ക്രെഡിറ്റ്സ്, 4 ബ്ലോക്ക്. നമ്പർ 1 ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ പോർട്ട്ഫോളിയോ അനാലിസിസ്, പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ, പോർട്ട്ഫോളിയോ റിവിഷൻ ആൻഡ് ഇവാലുവേഷൻ. ഇതാണ് നമ്മുടെ ബ്ലോക്കുകൾ വരുന്നത്. ബ്ലോക്ക് നമ്പർ 1 ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിക്സ് ആണ്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഒബ്ജക്റ്റീവ്സ്, റിട്ടേൺ ആൻഡ് റിസ്ക്, പോളിസി സ്റ്റേറ്റ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് വേഴ്സസ് സ്പെക്കുലേഷൻ, ടൈപ്സ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ്, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബയാസസ്, ആങ്കറിങ്, മെൻ്റൽ അക്കൗണ്ടിങ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. ദെൻ അസറ്റ് അലോക്കേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എന്താണ്. ദെൻ പ്രോബ്ലം ആണ്. പിന്നെ അതിൽ മെഷർമെൻറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് റിസ്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിക്സ് ആണ്. പിന്നെ പോർട്ട്ഫോളിയോ അനാലിസിസ് വരുന്നു. അതിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡോ തിയറി, എലിവിയേറ്റ് വേവ് തിയറി. ദെൻ അതിനുശേഷം പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക്. പോർട്ട്ഫോളിയോ അപ്രോച്ച്, അതിൽ പോർട്ട്ഫോളിയോ എന്താണ്, റിസ്ക് ആൻഡ് റിട്ടേൺ തിയറി ഉണ്ട്, അതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്. ദെൻ പോർട്ട്ഫോളിയോ മോഡൽസ്, സിംഗിൾ ഇൻഡെക്സ് മോഡൽ, അസറ്റ് പ്രൈസിങ് മോഡൽ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. ദെൻ പോർട്ട്ഫോളിയോ റിവിഷൻ ആൻഡ് ഇവാലുവേഷൻ, പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജീസ്, പിന്നെ ഇവാലുവേഷൻ ഓഫ് പോർട്ട്ഫോളിയോ പെർഫോമൻസ്. ഇതാണ് 5 മൊഡ്യൂൾ വരുന്നത്, 4 ബ്ലോക്ക് വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് ഇൻകം ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റാണ് ഇൻകം ടാക്സ്, നിസ്സംശയം പറയാൻ സാധിക്കും. ബ്ലോക്ക് നമ്പർ 1 ടാക്സ് പ്ലാനിങ് ആൻഡ് ഇൻകം ടാക്സ് മാനേജ്മെൻറ്റ്, ദെൻ ടാക്സ് പ്ലാനിങ് ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഫേം, കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ട്രസ്റ്റ്. സോ ആദ്യം കൺസെപ്റ്റ് ഓഫ് ടാക്സ് പ്ലാനിങ്, difference between tax planning and tax management, then tax planning and management of different types of assessees,
ടാക്സ് ഇവേഷൻ ഇതിൻ്റെ കൺസെപ്റ്റൊക്കെയാണ് പറയുന്നത്. പിന്നെയാണ് പ്രോബ്ലംസ് ഇവിടെ വരുന്നത്. അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ പ്രോബ്ലം, അത് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫുൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്ന മൊത്തം കാര്യങ്ങളുണ്ട്. ദെൻ അസസ്മെൻറ്റ് ഓഫ് ഫേം, സ്കോപ്പ് ഓഫ് ഇൻഷുറൻസ്, ഫേമിൻ്റെ കാര്യങ്ങൾ, പിന്നെ അസസ്മെൻറ്റ് ഓഫ് കമ്പനി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രോബ്ലംസ്. അസസ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അസസ്മെൻറ്റ് ഓഫ് ട്രസ്റ്റ്, ഇതാണ് നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് കേട്ടോ. ഞാൻ പറയുന്നു വീണ്ടും, ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. പിന്നെ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഘടാഘടികനായിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അതിലാദ്യം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ ആൻഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക്. ദെൻ ഹോൾഡിംഗ് കമ്പനി, ലിക്വിഡേഷൻ, HR അക്കൗണ്ടിങ്. സോ അതിലാദ്യം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിക് തിയറി, പിന്നെ IFRS അഗെയിൻ, പിന്നെ അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ, പിന്നെ ഹോൾഡിംഗ് കമ്പനിയാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് പഠിക്കേണ്ടതാണ് ഹോൾഡിംഗ് കമ്പനിയുടെ, സമയം എടുത്ത് പഠിക്കേണ്ടത്. പിന്നെ ലിക്വിഡേഷൻ അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. പിന്നെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി കോഡ് 2016. ലാസ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, അതിൻ്റെ മോഡൽസും മറ്റു കാര്യങ്ങളൊക്കെ. ദാറ്റ്സ് അബൌട്ട് ആ ഒരു പേപ്പർ. ദെൻ അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് മറ്റൊരു പേപ്പർ. 4 ബ്ലോക്ക്. മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ABC, സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. സോ ആദ്യം മാർജിനൽ കോസ്റ്റിംഗ് ആണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ബ്ലോക്ക്. പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വാരിയൻസ് അനാലിസിസ്, എല്ലാം അതും ഉണ്ട് അതിൽ. ദെൻ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആൻഡ് ട്രാൻസ്ഫർ പ്രൈസിംഗ് ആപ്ലിക്കേഷൻ. ഓക്കെ. ദെൻ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, EPM, ഓക്കെ, ബിഹേവിയറൽ കോസ്റ്റ് മാനേജ്മെൻറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് മറ്റൊരു പേപ്പർ. പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ ആണ്, നമുക്ക് നോക്കാം. മാർക്കറ്റിംഗ് ഇപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഇതാക്കാം, മെയിനായിട്ട് ഫിനാൻസ് ആണ് മെജോറിറ്റി. ഇനി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് ലാസ്റ്റ്. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ. ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. ദെൻ ബ്ലോക്ക് നമ്പർ 2 ഡെറിവേറ്റീവ് മാർക്കറ്റ്, ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ബേസിക്സ് ആണ്. ഫണ്ടമെൻ്റൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡിംഗ് മെക്കാനിസം, ഡെറിവേറ്റീവ് മാർക്കറ്റിനെ പറ്റിയിട്ട് കൺസെപ്റ്റ്, അതിൻ്റെ സ്ട്രാറ്റജി, ഇതാണ് ഇതിലുള്ള കേട്ടോ. അപ്പോൾ ഇങ്ങനെ 5 സബ്ജക്റ്റുകളാണ് നമുക്ക് തേർഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള. സോ അതിൽ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്. ഓക്കെ. ദെൻ രണ്ടാമത് ടാക്സ്, ഇൻകം ടാക്സ്, എഗെയിൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് പോകേണ്ട മറ്റൊരു പേപ്പർ. പിന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ദെൻ അതിനുശേഷം കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, പിന്നെ ഈ ലാസ്റ്റ് പറഞ്ഞ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസ്. അപ്പോൾ പ്രോബ്ലം പേപ്പർ എന്ന് പറയുമ്പോൾ ടാക്സ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിലും പ്രോബ്ലം വരുന്നുണ്ട്. 4 പ്രോബ്ലം പേപ്പറും ഒരു തിയറിയാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ തേർഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും വലിയ പ്രോബ്ലം പേപ്പേഴ്സ് എന്ന് പറയുന്നത് 3 ഏറ്റവും വലുത് തന്നെയാണ്. കോർപ്പറേറ്റ്, ടാക്സ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൽ തിയറി മിക്സ് പ്രോബ്ലം രണ്ടും ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്ഥാപനം ഓൺലൈനായിട്ട് തേർഡ് സെമസ്റ്ററിലെ എല്ലാ പേപ്പേഴ്സിനും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ഉണ്ടായിരിക്കും, അതിൻ്റെ റെക്കോർഡും അവൈലബിൾ ആണ്. പലതിൻ്റെയും റെക്കോർഡ് ഓൾറെഡി ഉള്ളത് നിങ്ങൾക്ക് ആക്സസ് ചെയ്ത് പഠിച്ചു തുടങ്ങാൻ സാധിക്കും. അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ടിങ് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.